കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുക പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മക്കളൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുക. മര്യാദകളിൽ ഏറ്റവും വലിയ മര്യാദ ഭക്ഷണത്തിന്റെ മര്യാദയാണെന്നാണ്. അദബുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അദബ് ഭക്ഷണത്തിന്റെ ആദാബുകളാണ്. ഭക്ഷണത്തിന്റെ ആദാബുകൾ പാലിക്കാൻ കഴിയുന്ന ആൾക്ക് ജീവിതത്തിലെ എല്ലാ വിഷയത്തിലും മര്യാദ പാലിക്കാൻ കഴിയും. അതുകൊണ്ട് കുട്ടികൾക്ക് ഭക്ഷണത്തിന്റെ മര്യാദകൾ പഠിപ്പിക്കേണ്ടതുണ്ട്. ഭക്ഷണത്തിന്റെ മര്യാദ പഠിപ്പിക്കണം. പെരുമാറ്റത്തിന്റെ മര്യാദകൾ പഠിപ്പിക്കണം. വാപ്പിയും ഉമ്മയും എങ്ങനെ പെരുമാറുന്നത് നോക്കിയിട്ടാണ് കുട്ടികൾ പഠിച്ചു വെക്കുന്നതും പിന്നീട് പ്രയോഗിക്കുന്നതും. വല്യാപ്പാന്റെ അടുത്ത് വാപ്പ എങ്ങനെയാണ് നിൽക്കുന്നത് നോക്കിയിട്ടാണ് പേരക്കുട്ടി പഠിക്കുന്നത്. തൽക്കാലം ചെറുപ്പത്തിൽ തോള് കയറി ഇരുന്നോട്ടെ, അത് കുഴപ്പമില്ല. പക്ഷെ വലുതാവുമ്പോ ഓനെ എങ്ങനെ പെരുമാറണം എന്നുള്ളത് വാപ്പ വല്യാപ്പാന്റെ അടുത്ത് എങ്ങനെയാ പെരുമാറിയത് നോക്കിയിട്ടാണ്. വല്ലിപ്പ ഇരുന്നപ്പോൾ വാപ്പ ഇരുന്നിട്ടില്ല എങ്കിൽ പേരക്കുട്ടി വലുതാവുമ്പോ വാപ്പാന്റെ മുമ്പിൽ ഇരിക്കൂല. അല്ല, വല്യാപ്പാന്റെ മുമ്പിൽ ബഹുമാനം എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അദബ്. ഒന്നാം സഫ് ഏറ്റവും പ്രധാനപ്പെട്ട തന്നെയാണ്. ഇമാമിന്റെ വലതുഭാഗവും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ഒന്നാം സഫിൽ വാപ്പയില്ലെങ്കിലാണ്. മുറാഅത്തുൽ ആദാബി ഖൈറും മിൻ മുറാഅത്തിൽ അഹ്കാം. അദബുകൾ പരിഗണിക്കുന്നതിനാണ് ഹുക്കുമുകൾ പരിഗണിക്കുന്നതിനേക്കാൾ പ്രാധാന്യമുള്ളത് എന്ന് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ നിന്നാണ് മഹത്തുക്കൾ ഉദ്ധരിച്ചത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഉദ്ധരിച്ചുകൊണ്ടാണ് അത് പറഞ്ഞിട്ടുള്ളത്. നബി തങ്ങൾക്ക് പള്ളിയിൽ നിന്ന് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോവാൻ പ്രയാസം നേരിട്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഇമാമത്ത് നിൽക്കാൻ പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമത്ത് നിസ്കരിക്കുകയാണ്. 1-2 ദിവസങ്ങൾ കഴിഞ്ഞു. നബി തങ്ങൾക്ക് അല്പം ആശ്വാസമായെന്ന് തോന്നിയപ്പോ പ്രമുഖരായ 2 സ്വഹാബികളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് നബി തങ്ങൾ മദീനത്തെ പള്ളിയിലേക്ക് നടന്നു വരികയാണ്. നടന്നിങ്ങനെ വരുമ്പോ പള്ളിന്റെ മുമ്പ് കൂടെ എങ്ങനെ വരുന്നത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കണ്ടു. ഇമാമത്ത് നിസ്കാരം തുടങ്ങിയിട്ടുണ്ട്. ബാക്കിൽ ഇങ്ങനെ മാറി നിന്നു. നബി തങ്ങൾ ഇങ്ങനെ കൈകൊണ്ട് ഇശാറത്താക്കി അബൂബക്കറെ അവിടെ നിന്നോ. നിന്നില്ല, പിന്നിക്ക് നിന്നു. രണ്ടാമത് ഇശാറത്താക്കി, മൂന്നാമത് ഇശാറത്താക്കി, നിന്നില്ല, ബാക്കിക്ക് മാറി. ദയിക്കും പോലെ വന്നിട്ട് നബി തങ്ങൾ മിഹ്റാബിൽ നിന്ന് നിസ്കാരം പൂർത്തിയാക്കിയിട്ട് തിരിഞ്ഞിരുന്നിട്ട് ചോദിച്ചു, അല്ലയോ അബൂബക്കറിന് സിദ്ദീഖ്, ഞാൻ അള്ളാഹുവിന്റെ റസൂലല്ലയോ? ഞാൻ അള്ളാഹുവിന്റെ റസൂലല്ലേ എന്ന് ചോദിച്ചു. ബലായ റസൂലല്ലാ ശഹിദു, അതേ അള്ളാഹുവിന്റെ റസൂലേ, ഞാൻ അതിന് സാക്ഷിയാണെന്ന് പറഞ്ഞു. എന്റെ ഒരു കൽപ്പന നിങ്ങൾ അംഗീകരിക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചു. എന്റെ അമ്രിനെ നിങ്ങൾ അംഗീകരിക്കേണ്ടതല്ലേ? എന്റെ കൽപ്പനയെ നിങ്ങൾ അംഗീകരിക്കേണ്ടതല്ലേ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അതേ നബിയെ, നിങ്ങളുടെ കൽപ്പന ഞങ്ങൾ അംഗീകരിക്കേണ്ടത് തന്നെയാണ്. എന്നിട്ട് എന്തേ ഞങ്ങളോട് ഇമാമത്തിക്കാൻ 3 വട്ടം പറഞ്ഞിട്ട് നിങ്ങൾ ബാക്കിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളുടെ മുമ്പിൽ ഇമാമത്ത് നിസ്കരിക്കാൻ പറ്റുന്ന ഒരു മകൻ അബൂ ഖുഹാഫ എന്ന വാപ്പാക്ക് ജനിച്ചിട്ടില്ല നബിയേ. നിങ്ങളെ മുമ്പിൽ ഇമാമത്തിക്കാൻ പറ്റുന്ന ഒരു കുട്ടി അബൂ ഖുഹാഫ എന്ന പേരായ എന്റെ വാപ്പാക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. നബി തങ്ങൾ പുഞ്ചിരിച്ചു. എന്താ ചിരിയുടെ അർത്ഥം? അതാണ് ശരി എന്നാണ് അതിന്റെ അർത്ഥം. മുറാഅത്തുൽ ആദാബി ഖൈറും മിൻ മുറാഅത്തിൽ അഹ്കാം. അദബുകൾ പരിഗണിക്കുന്നതിനാണ് ഹുക്കുമുകൾ പരിഗണിക്കുന്നതിനേക്കാൾ പ്രാധാന്യമുള്ളത്. കുട്ടികൾ വാപ്പാന്റെ ഉമ്മാന്റെ അടുത്തുനിന്നാണ് അദബ് പഠിക്കേണ്ടത്, വേറെ എവിടുന്നല്ല. അദബ് പഠിക്കേണ്ടത് വാപ്പാന്റെ ഉമ്മാന്റെ അടുത്തുനിന്നാണ്. പെരുമാറ്റത്തിന്റെ ആദാബുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്, അത് പഠിക്കണം. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് മാതാപിതാക്കൾ സംസാരിച്ചിട്ട് കുട്ടികൾ സംസാരിക്കരുത് എന്നാഗ്രഹിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. വാപ്പിയമ്മയും മിണ്ടാതിരിക്കുന്നത് കണ്ടിട്ടാണ് കുട്ടികൾ പഠിക്കേണ്ടത്. അങ്ങനെ പഠിക്കേണ്ടത് ഓരോ കാര്യം അങ്ങനെയാണ്. രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം സിങ്കില് പാത്രങ്ങൾ കൂട്ടിവെച്ചത് കണ്ട് ശീലിച്ച കുട്ടിക്ക് രാത്രി പാത്രം കഴുകാൻ സമയത്ത് തലവേദന ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. നാളെ കഴുകാന്ന് തീരുമാനിക്കും.
രാത്രിയിലെ ഭക്ഷണം കഴിച്ച പാത്രം കഴുകാതെ കൂട്ടിവെച്ചാൽ അവർക്ക് ദാരിദ്ര്യമുണ്ടാകുമെന്ന് സലാഹുദ്ദീൻ എന്ന ബൈത്തിന്റെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. വെറുതെ എന്തിനാ ദാരിദ്ര്യം കായെടുത്തു അങ്ങനെ? എന്തായാലും നേരം വെളുത്താ കേൾക്കണ്ടേ, അത് രാത്രി നിന്ന് കഴിയാ പോരെ. അടിച്ചുവാരിയ അടിക്കാട്ട് കൂട്ടിവെച്ചാൽ ദാരിദ്ര്യമുണ്ടാകുമെന്ന് സലാഹുദ്ദീനിലുണ്ട്. ഉമ്മരപ്പടിയിൽ ഇരുന്നാൽ ദാരിദ്ര്യമുണ്ടാകുമെന്ന് സലാഹുദ്ദീനിലുണ്ട്. മറ്റൊരാളുടെ ബ്രഷ് ഉപയോഗിച്ചാൽ ദാരിദ്ര്യമുണ്ടാകുമെന്നും മറവി ഉണ്ടാകുമെന്നും സലാഹുദ്ദീനിലുണ്ട്. അദബ് എന്ന് പറഞ്ഞാൽ വാപ്പാന്റെയും മണ്ടിരുന്ന് പഠിക്കേണ്ടതാണ്. അതുകൊണ്ട് ഒന്നും നമ്മൾ പഠിപ്പിക്കേണ്ട, അദബല്ലാത്ത വേറൊന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അദബ് വാപ്പാന്റെയും മണ്ടിരുന്ന് കിട്ടണം. ഒരു കുട്ടിക്ക് അദബില്ല എന്ന് പറഞ്ഞാൽ വാപ്പിയമ്മയും പഠിപ്പിച്ചിട്ടില്ല എന്ന് അർത്ഥം. ചോറയിച്ചിട്ട് നീച്ചു പോകുമ്പോ പട്ടന്മാര് നീച്ചു പോകുമ്പോലെ കജിന്റെ പടക്ക് ഇങ്ങനെ വച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ വാപ്പിയമ്മയും പഠിപ്പിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം, വേറൊന്നുമല്ല. മാപ്പിളാര് ചോറയിച്ച് നീച്ചു പോകുമ്പോ കജ്ജ് മനുഷ്യന്മാർക്ക് കാണാൻ പറ്റിയ കോലത്തിലായിരിക്കണം. അത് വാപ്പിയമ്മയും പഠിപ്പിക്കണം. അദബ് വീട്ടിൽ നിന്ന് തന്നെ പഠിപ്പിക്കേണ്ടത്, വേറെ ഒന്നുമല്ല. വേറെ ഒന്നും പഠിച്ചോട്ട് പടിയില്ല. അതുകൊണ്ട് വീട്ടിൽ ആദാബുകൾ പാലിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഭർത്താവ് വരുമ്പോൾ ഭാര്യ എഴുന്നേറ്റ് നിൽക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഭാര്യ വരുമ്പോൾ ഭർത്താവ് എഴുന്നേറ്റ് നിൽക്കലാണ് മുഹമ്മദ് നബിയുടെ പതിവ് എന്ന് എത്ര പേർക്കറിയാം? ഭാര്യ എങ്ങോട്ടേലും പോയി വരികയാണ്, ആശുപത്രി പോയി വരികയാണ്, ഭർത്താവ് വരലുണ്ട്. എന്നാൽ മുന്നിട്ട് വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം. മക്കള് വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. വാപ്പ വരുമ്പോൾ മക്കൾ എഴുന്നേറ്റ് നിൽക്കണം. എന്നാൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് വരുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കാറുണ്ടായിരുന്നു എന്ന് സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോ എത്ര പേര് എഴുന്നേൽക്കാറുണ്ട്. അദബ് പെരേന്ന് പഠിക്കണം, അദബ് വീട്ടിൽ നിന്ന് പഠിക്കണം. വേറെ എവിടുന്നും പഠിക്കാനില്ല. അതുകൊണ്ട് അദബ് തന്നെയാണ് പഠിപ്പിക്കാറുള്ളൂ, വേറെ ഒന്നും പഠിപ്പിക്കാനില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് മാതാപിതാക്കളെ കണ്ടുകൊണ്ടാണ് പഠിക്കേണ്ടത്. ബുദ്ധി വികസിക്കണമെങ്കിൽ 8 തവണ പല്ല് തേക്കണം. ഒരു മനുഷ്യന്റെ ബുദ്ധി വികാസം ഉണ്ടാണെങ്കിൽ 8 തവണ പല്ല് തേക്കണം. 5 നിസ്കാരങ്ങളോടനുബന്ധിച്ചും 3 നേരം ഭക്ഷണത്തിന്റെ സമയത്തും. രാവിലെ എഴുന്നേറ്റ് ചായ കുടിക്കുന്നതിന് മുമ്പ്, എഴുന്നേറ്റ ഉടനെ 5 നിസ്കാരം, ഉച്ചക്ക് ഭക്ഷണം കഴിച്ചേക്കിന്, രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം 3 സമയം, അതും 5 നിസ്കാരം, 8 സമയം പല്ല് തേച്ചാലേ ബുദ്ധി വികസിക്കൊള്ളും. അത് പെരേന്ന് വാപ്പി ഇമ്മീൻ ചെയ്യല് കണ്ടിട്ട് കുട്ടികൾ ചെയ്ത് ശീലമാക്കിയാൽ വളരെ വലിയ ബുദ്ധി വികാസം ഉണ്ടാവും. നമുക്കതൊക്കെ നിസ്സാരമായിട്ട് തോന്നുകയാണ്. ദാരിദ്ര്യം വരുന്ന കാര്യങ്ങൾ വരെ നമുക്ക് നിസ്സാരമായിട്ട് തോന്നുകയാണ്. ഫഖറിനെ ഭയപ്പെടാത്ത ആരാണ്? ഫഖറിനെ ഭയപ്പെടാത്ത ആരുമില്ല. എല്ലാവർക്കും ദാരിദ്ര്യം പേടിയാണ്. എന്നാൽ ദാരിദ്ര്യം വരാതിരിക്കാൻ ഒരു ഇദാവക്ക സൂറത്ത് ദിവസം പെരേന്ന് ഓതിക്കാളിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട്, ഞമ്മക്ക് ഒഴിവില്ലെങ്കിൽ കുട്ടികളെ കൊണ്ടെങ്കിലും ഒന്ന് ഓദിച്ചൂടെ? അതിനും ഒഴിവില്ലെങ്കിൽ എന്താ പറ്റാ? ദാരിദ്ര്യം വരാതിരിക്കോ? ഉള്ള പൈസ മുഴുവൻ ആശ്വസിച്ച് കൊടുക്കാനല്ലാതെ വേറെന്തിനാ നമുക്ക് ഉണ്ടാകുക? അതുകൊണ്ട് മാതാപിതാക്കളെ കണ്ടുകൊണ്ട് കുട്ടികൾ പഠിക്കുന്നു. വീട്ടിൽ നിന്നാണ് ശരിക്കും വിദ്യാഭ്യാസം. അതുകൊണ്ട് വാപ്പിയമ്മയും ശരിയാവണം.